സമാപന പ്രസംഗം ക്ഷമ പരീക്ഷിക്കുന്ന ഏർപ്പാടാക്കരുത് എന്ന് നിർബന്ധമുണ്ട്. പക്ഷേ ഈ സദസ്സിനോട് ചെറിയൊരു ബാധ്യത നിർവഹിക്കാൻ രണ്ട് കാര്യം പറയും. ഒന്ന്, എൻ്റെ ഉപ്പ എനിക്ക് തന്ന ഒരു രസകരമായ ഉപദേശം. അത് നീ എപ്പോഴും മാലിക് ദീനാറാവണം, മംലൂക്ക് ദീനാർ ആവരുത് എന്ന് പറഞ്ഞാൽ, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ നീ വിത്തനാഥനായിരിക്കണം, വിത്തദാസനാവരുത്. ഇതാണ് ഇസ്ലാം വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക മേഖലയിലെ കൾച്ചർ. രണ്ടാമതൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. അത് സമ്പത്ത് കേന്ദ്രീകൃതമായിട്ട് അല്പസ്വല്പം നിലയും വിലയുള്ള ദർശനം കമ്മ്യൂണിസമാണ്. അത് കാലഹരണപ്പെട്ടിരിക്കുന്നു, അതിന് എല്ലാ അർത്ഥത്തിലും ഞാൻ അംഗീകരിക്കുന്നില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉള്ള കമ്മ്യൂണിസത്തിൻ്റെ ദർശനം മിച്ച മൂല്യ സിദ്ധാന്തത്തിലാണ്. സർപ്ലസ് വാല്യൂ തിയറി. ഒരു മരക്കഷ്ണം ഒരു ഫർണിച്ചറായി മാറുമ്പോൾ ഉണ്ടാകുന്ന വില വ്യത്യാസത്തിൽ സിംഹഭാഗവും അധ്വാനിക്കുന്നവനിക്ക് അവകാശപ്പെട്ടതാണെന്ന് തുടങ്ങുന്നതാണത്. ഇസ്ലാം ഈ സക്കാത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് മിച്ച ധനസിദ്ധാന്തമാണ്. അത് നല്ല പഠനത്തിന് വിധേയമാകേണ്ട ഒരു പോയിൻ്റാണ്. മിച്ച മൂല്യ സിദ്ധാന്തവും മിച്ച ധനസിദ്ധാന്തവും നീട്ടിപ്പരത്തി പറയുന്നില്ല. ഏതായാലും ഇസ്ലാമിൻ്റെ സാമ്പത്തിക ദർശനം സക്കാത്തിൽ മാത്രം പരിമിതമല്ല. സക്കാത്താണ് അതിൻ്റെ മുഖ്യ ഭാഗം. ഇസ്ലാമിൻ്റെ അലിയാർ കാസിമി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇൻഫാക്ക് എന്ന ഒരു സംഗതി വേറെ തന്നെ ഉണ്ട്. ഇൻഫാക്കിന് ഒരാൾ സമ്പന്നനാവണമെന്നില്ല. ഉമിമ്മാർ സഖിനാഹും യുംഫിഖൂന്നാണ്. എന്താണ് ഉള്ളത് അതിൽ നിന്ന് ആവശ്യാനുസരണം സന്ദർഭാനുസരണം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുക എന്നത് സത്യവിശ്വാസിയുടെ ഒരു പതിവ് ശീലമാണ്. ഇപ്പം ഇൻഫാക്കുണ്ട്, അതിന് പുറമെ വഖഫുണ്ട്, അനന്തരാവകാശമുണ്ട്, പ്രായശ്ചിത്തം എന്നതൊക്കെയുള്ള സാമ്പത്തികമായ ചില കർമ്മങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെ സാമ്പത്തിക ദർശനം ലോകത്തിൻ്റെ മുമ്പിൽ സുന്ദരമായി പരിചയപ്പെടുത്താനുള്ള ഒരു സംരംഭം കൂടിയാണ് ബൈത്ത് സക്കാത്ത് പോലുള്ള സംരംഭങ്ങൾ. ബൈത്ത് സക്കാത്ത് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് ഞാനും നിങ്ങളുമൊക്കെ അതിനെ മനോഹരമായി പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്, പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നന്മയിൽ സഹകരിക്കാനും നന്മയെ വളർത്താനുമുള്ള ഉദവി നൽകി, സന്ദർഭവും സൗകര്യവും സാഹചര്യവും നൽകി നമ്മെല്ലാം തുണക്കുമാറാകട്ടെ. ബൈത്ത് സക്കാത്തിനെ പ്രത്യക്ഷമായും പരോക്ഷമായും പല നിലക്കും പിന്തുണച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു തആല മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ തന്നെ ഉദാരമായി നല്ല കാര്യങ്ങളിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.